ഇതാണ് ചാണകപ്പൊടി എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് നമ്മളിതിങ്ങനെ ആക്കിയെന്ന് നോക്കാം. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചാണകം എങ്ങനെ പൊടിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ്. അപ്പോൾ പലപ്പോഴും കുറേ പേരിങ്ങനെ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ചേച്ചി ഈ ചാണകപ്പൊടി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ചാണകം മേടിച്ചാൽ നല്ല കട്ടിയുള്ള ചാണകമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കത് പൊടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വിത്തുകളോ ഗ്രോ ബാഗുകളോ ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ theminislifestyle.com ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ശീതകാല പച്ചക്കറികളെല്ലാം അതിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ തരം ഒരു ഗ്രോ ബാഗും വന്നിട്ടുണ്ട്. റിവേഴ്സ എന്നാണ് പറയുന്നത്. മഴക്കാലത്തിന് പറ്റിയ ഗ്രോ ബാഗാണ്. അപ്പോൾ സ്വല്പം വില കൂടുതലാണെന്നേ ഉള്ളൂ, പക്ഷേ അത് വാങ്ങിച്ചാലും നല്ല പ്രയോജനമുള്ള ഒരു ബാഗ് തന്നെയാണ്. അതുപോലെ തന്നെ പ്ലാൻസുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ വന്ന് വാങ്ങിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ദാണ്ട് കൂട്ടായിട്ട് ബ്രൂണോയും എത്തിയിട്ടുണ്ട്. ബ്രൂണോയെ കാണുന്നില്ല എന്ന് കുറേ പേർക്ക് പരാതിയുണ്ട്. ദാണ്ട് നമ്മുടെ ബ്രൂണോ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ബ്രൂണോ ഹായ് പറഞ്ഞേ. അപ്പം ബ്രൂണോ പൊയ്ക്കോ കേട്ടോ. അപ്പം ഞങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ പറയട്ടെ. നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ ചാണകത്തിന് ഒന്നാം സ്ഥാനമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ചാണകം നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ അതിൽ നിന്നൊക്കെയും വിളവ് ലഭിക്കുന്നതാണ്. അപ്പം കുറേ പേരുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെയാണ് ഇത് ചാണകം എങ്ങനെയാണ് പൊടിച്ചെടുക്കുന്നത്. ഈ നമ്മൾ വാങ്ങിക്കുമ്പോഴൊക്കെ നല്ല കട്ടിയുള്ള ചാണകമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആ കട്ടിയുള്ള ചാണകം നമ്മൾ അതേപോലെ കൊണ്ടുവന്ന് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ കൊണ്ടിടാതെ ഇതേ രീതിയിൽ പൊടിച്ചെടുത്താൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ചെടികളുടെ ചുറ്റിനുമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ കുറച്ച് പേരൊക്കെ ചാണകം ഉണക്കുന്നത് വെച്ചാൽ നല്ല വെയിലത്ത് അങ്ങോട്ട് നിരത്തിയിട്ടിട്ടാണ് ചാണകം ഉണക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള സൂക്ഷ്മ ജീവികളൊക്കെ ചത്തുപോയിട്ട് നമ്മുടെ ചാണകത്തിന് ഒരു ഗുണവും ഇല്ലാതായി തീരും. അപ്പോൾ ചാണകം നമ്മൾ വാങ്ങുകയെന്നുണ്ടെങ്കിലും നമ്മുടെ വീടുകളിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മളത് തണലത്തിട്ട് വേണം നമ്മളത് ഉണക്കിയെടുക്കാനായിട്ട്. പണ്ടൊക്കെ ചാണക കുഴി എന്ന് പറഞ്ഞിട്ട് ഒരു ഷെഡ് തന്നെ നമ്മുടെയൊക്കെ പഴയ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. പണ്ടത്തെയൊക്കെ വീട് നോക്കിയാൽ ചാണകം കൊണ്ടിടാനായിട്ട് ചാണക കുഴി എന്നും പറഞ്ഞിട്ടൊരു കുഴി ഉണ്ടാവും. അതിനകത്ത് ഒരറ്റത്ത് ചാരം കൊണ്ടിടും, ഒരറ്റത്ത് ഇങ്ങനെ ചാണകവും കൊണ്ടിടും. അങ്ങനെയായിരുന്നു പണ്ടൊക്കെ. ഇപ്പം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള കുഴിയൊന്നും കാണാനില്ല. അതെവിടെയെങ്കിലും കൊണ്ടുവന്നങ്ങ് ഇട്ടേക്കും. എന്നിട്ട് വെയിലത്ത് കൊണ്ടിട്ട് നിരത്തിയിട്ട് ഉണക്കി ചാണകപ്പൊടി എന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണ് പതിവ്. അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ എങ്കിലും നമ്മൾ വാങ്ങുന്നതായ ചാണകം കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളതായ ചാണകം ഒരു കുഴി ഉണ്ടാക്കി ആ കുഴിക്കകത്തിട്ടിട്ട് നമ്മൾ മൂടിയിട്ടിരുന്നാൽ നമുക്കത് കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ല പൊടിയായിട്ട് കിട്ടുന്നതായിരിക്കും. നമുക്ക് വലിയ 5 പൈസ ചിലവില്ലാത്ത രീതിയിൽ നമുക്കത് പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ വാങ്ങിച്ച ചാണകമുണ്ട്, ആട്ടിൻകാഷ്ടമുണ്ട്, അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ കുഴിക്കകത്ത് ഇടുന്നത്. ചിലപ്പം കൊണ്ടുവന്ന് വേറെ ആട്ടിൻകാഷ്ടവും കോഴിക്കാഷ്ടവും കൊണ്ടുവന്നിട്ട് വേറെ ഒരു കുഴി കുറച്ച് കൊണ്ടിടാറുണ്ട്. ഇതിനകത്താണെന്നുകൊണ്ട് ചാണകവും കുറച്ച് ആട്ടിൻകാഷ്ടമൊക്കെ എളുപ്പത്തിന് കൊണ്ടുവന്ന് അടുത്ത് ഉള്ള കുഴിക്കകത്ത് കൊണ്ടുവന്ന് ഇടാറുണ്ട്. അപ്പം അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്താണെന്ന് അറിയാമോ, ഇത് അടച്ചിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ തൂമ്പ വെച്ചിട്ട് ഒന്ന് വെട്ടി ഇട്ട് കൊടുത്താൽ ഇത് അവിടെ കിടന്നങ്ങ് പൊടിഞ്ഞോളും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്താ വേണം ഒന്ന് നനച്ചും കൂടെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ അത് വീഴുന്നുണ്ട്, കുഴപ്പമില്ല. ഒരുപാട് വെള്ളം വീണിട്ട് ചളി രൂപത്തിലായി പോകാതെയാണ് നമ്മളിത് അടച്ചിടുന്നത്. ജസ്റ്റ് നമ്മളൊന്ന് പിന്നെ ഒരു നനവുണ്ടെങ്കിൽ ആ ചാണകം അവിടെ കിടന്നങ്ങ് പൊടിഞ്ഞു പോകും. ചാണകം അടച്ചിടുമ്പോൾ നമുക്കത് പൊടിയുന്നോ ഇല്ലയോ എന്ന് നോക്കാം. നമുക്കത് തുറന്ന് നോക്കാമേ. അപ്പോൾ ചാണകം അടച്ചിടുന്നതിന് നല്ല വൃത്തിയുള്ള കവർ വേണമെന്നൊന്നുമില്ല. നമ്മുടെ പഴയ ഏതെങ്കിലുമൊക്കെ കവറുകൾ എടുത്തിട്ടാൽ മതി. ഒരു തകരം എടുത്തിട്ടുണ്ട്. നമ്മുടെ ചാണകം നല്ല പൊടിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. കണ്ടോ കിടക്കുന്നത്? നല്ല സൂപ്പർ പൊടിയായിട്ടാണ് കിടക്കുന്നത്. കണ്ടോ ഇങ്ങനെ തൊടുമ്പോൾ ഉടനെ അത് നല്ല പൊടിയായിട്ടാണ് കിടന്നത്. ഇത് നല്ല പിടിപിളാന്നുള്ള ചാണകമായിരുന്നു. പിന്നെ കുറച്ച് ദിവസം ഇങ്ങനെ കിടന്നപ്പോഴത്തേക്ക് നല്ല പൊടി പോലെ അങ്ങ് പൊടിഞ്ഞു. കണ്ടില്ലേ? ഇതാണ് ചാണകപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാണകം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുകയെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഒരു കൊച്ചു ലോറിക്കകത്ത് നമ്മുടെ പെട്ടി ഓട്ടോയ്ക്കകത്തായിരുന്നു ഒരു ലോറി ചാണകം വാങ്ങിച്ചത്. അപ്പോൾ അതിനകത്താണ്ട് ഇങ്ങനെ കട്ട എല്ലാം കാണും. കിടക്കുന്നുണ്ടല്ലേ, പകുതിയും കാണും. അങ്ങനെയൊക്കെ വേസ്റ്റുകളൊക്കെ കാണും. അതൊക്കെ ഇങ്ങനെ പൊടിയുമ്പോൾ നമുക്ക് പിന്നെ അങ്ങ് പറക്കി മാറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമ്മളിങ്ങനെ അങ്ങോട്ട് എടുക്കും. അതല്ലേ, നമ്മളൊരു റിങ് മേടിച്ചിട്ടിട്ട് അതിനകത്ത് ഇടാമെന്നുണ്ടെങ്കിലും അത് അവിടെ തന്നെ അങ്ങ് കിടന്നോളും. അതല്ല ഒരു കുഴി എടുത്തിട്ട് കുഴിയിലിടുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ അവിടെ അങ്ങ് കിടന്നോളും. നല്ല സൂപ്പറായിട്ട് പൊടിഞ്ഞു കിട്ടും.
ഇനി നമ്മൾ വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നതിന് ആ സൈഡിലോട്ട് അങ്ങ് ഇട്ടിരുന്നാൽ മതി. അതവിടെ കിടന്ന് അങ്ങ് പൊടിഞ്ഞോളും. ഇത് നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ചാണകം മൂടി ഇടുന്നതിന് നമ്മൾ പ്രത്യേകിച്ച് നല്ല പുതിയ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ തകരോ ഒന്നും വേണമെന്നൊന്നുമില്ല. നമ്മുടെ പഴയ ഏതെങ്കിലും പ്ലാസ്റ്റിക്കുകൾ അല്ലെങ്കിൽ ചാക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് ഉള്ളതായ പ്ലാസ്റ്റിക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തകരം ഇതെന്തെങ്കിലും ഇട്ടിട്ട് നമ്മളങ്ങ് മൂടി ഇട്ടുന്നാൽ മാത്രം മതി. ചാക്കിനകത്ത് നമ്മൾ വാരിക്കെട്ടി വയ്ക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുവേണമെന്ന് അറിയാമോ, ഒരു ലെയർ ചാണകം ഇടുക, അല്ലെങ്കിൽ ഒരു ആട്ടും കാഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാണകമാണെന്നുണ്ടെങ്കിൽ ഇതേ രീതി നിങ്ങൾക്ക് ചെയ്താലും നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടുന്നതായിരിക്കും. അപ്പം രണ്ടാമത്തെ രീതിയാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചാക്കിനകത്ത് നമ്മൾ ചാണകം വാരി വെക്കുക, അല്ലെങ്കിൽ ആട്ടും കഷ്ണം വാരി വെക്കുക. അത് ഏതെങ്കിലും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ പൊടിക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. ആട്ടും കാഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊരു സഞ്ചിക്കകത്താക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചാരം ഇട്ട് കൊടുക്കാം. പിന്നെ ആട്ടും കാഷ്ടം ചാരം ഇങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെള്ളം നനച്ച് കൊടുത്തിട്ട് നിങ്ങൾ കെട്ടി ഒരിടത്ത് ഒരു 2 ആഴ്ച കൊണ്ട് വെച്ചിരുന്നാൽ നമ്മുടെ ഈ ആട്ടും കാഷ്ടമൊക്കെ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടുന്നതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മളിലെ പുട്ടിന് തേങ്ങാപ്പീര ചേർക്കുന്ന മാതിരി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് വെള്ളവും നനച്ച് കൊടുക്കാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് പൊടിഞ്ഞ് കിട്ടുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോ തൊട്ട് മുന്നേ ഉള്ള വീഡിയോ നമ്മളൊരു പച്ചമുളകിൻ്റെ വീഡിയോ ആയിരുന്നു ഇട്ടിരുന്നത്. പലതരത്തിലുള്ളതായ പച്ചമുളക് നട്ടുപിടിപ്പിക്കുന്ന വീഡിയോ ആയിരുന്നു നമ്മുടേത്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. എന്നിട്ട് നമ്മുടെ വീടുകളിൽ പച്ചമുളക് ഇതുവരെയും നട്ടുപിടിപ്പിക്കാത്തവർ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് നട്ടുപിടിപ്പിക്കാണ്ട് ശ്രമിക്കണം. ഇനിയും ഒരു പച്ചമുളക് നട്ടുപിടിപ്പിച്ചില്ലെങ്കിൽ അത് മോശമാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ഒരു പച്ചമുളക് നമ്മുടെ മുറ്റത്ത് നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതുതന്നെ പച്ചമുളക് വെച്ചിട്ട് നല്ല ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചമ്മന്തി ഒന്ന് കണ്ടു നോക്കിയിട്ട് അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. നല്ല സൂപ്പർ ചമ്മന്തിയാണ് കേട്ടോ. അതും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ രീതി ചാണകം പൊടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ EM സൊല്യൂഷൻ തയ്യാറാക്കിയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ EM സൊല്യൂഷൻ നമ്മൾ ഈ ചാണകത്തിനകത്ത് തളിച്ചു കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ ഈ ചാണകം പൊടിഞ്ഞു കിട്ടും. അത് നമുക്കൊരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്നെയായിരുന്നു. അത് നമ്മൾ നല്ലൊരു വീഡിയോ ആക്കി നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അത് നിങ്ങൾ നമ്മുടെ വീട്ടിലെ വേസ്റ്റാക്കി കളയുന്നതായ പഴം, ഇപ്പോൾ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാഴപ്പഴം ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ പപ്പായ ആണെന്നുണ്ടെങ്കിലും ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ. അതൊക്കെ വെച്ചിട്ട് നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പപ്പായ, അതേപോലെ തന്നെ നമ്മുടെ പാളയംകുളം പഴമുണ്ട്, കുറച്ച് മത്തങ്ങയുണ്ട്, അതുപോലെ ഒരു 150 ഗ്രാമോളം ശർക്കര എടുക്കുക. അപ്പോൾ നമുക്കത് കുറഞ്ഞ അളവിലെടുക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ സാധനങ്ങളുടെയൊക്കെ അളവ് കുറച്ചാൽ മതി. പിന്നെ ഒരു കോഴിമുട്ടയും കൂടെ മാത്രമാണ് ഇതിനകത്ത് എടുക്കുന്നത്. അപ്പോൾ അത് ഒരു 15 മുതൽ 21 ദിവസം വരെ വെച്ചിരുന്നാൽ നമുക്ക് നല്ല രീതിയിൽ EM സൊല്യൂഷൻ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. EM സൊല്യൂഷൻ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നാൽ എപ്പോഴും നമ്മുടെ ചെടികൾക്കാണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് അവരുടെ ഒരു വളർച്ച ത്വരവായിട്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഡീകമ്പോസറായിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം അത് ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അത് നല്ല പ്രയോജനം ചെയ്യുന്നതാണ്. ഇപ്പോൾ 1 വർഷം വരെ നമുക്കത് സൂക്ഷിക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നഴ്സറികളിലൊക്കെ ചോദിച്ചാൽ, അതുതന്നെ ഈ സീഡ് ഷോപ്പൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ചോദിച്ചാൽ EM സൊല്യൂഷൻ വാങ്ങിക്കാനും കിട്ടും. അപ്പോൾ അത് അതിനകത്ത് എല്ലാം എഴുതിയിട്ടുണ്ട് എത്ര ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് ഈ ചാണകത്തിനകത്താണെങ്കിലും കൊണ്ടുവന്ന് ഒരു ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് ഒരു ഗ്ലാസ്സോളം എടുക്കാം. ഒരുപാട് ചാണകം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ്സോളം എടുത്തിട്ട് ഒരു അര ബക്കറ്റിനകത്ത് കലക്കിയിട്ട് നമുക്ക് ഇതിനകത്തോട്ടൊക്കെ അങ്ങ് തളിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് ചാണകമൊക്കെ പൊടിഞ്ഞ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വളപ്രയോഗം നമ്മുടെ ചെടികൾക്ക് പച്ചക്കറികൾക്കൊക്കെ ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഓരോ ഗ്ലാസ് വീതം ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ നല്ലതുപോലെ വളരുകയും അതുപോലെ തന്നെ നല്ലതുപോലെ അതിൽ നിന്ന് നമുക്ക് വിളവ് ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. നമ്മൾ നോർത്തിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, അവിടെയൊക്കെ ആണെങ്കിൽ ഈ ചാണകം ഉണക്കിയിട്ട് അവർ അടുപ്പിൽ വെക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ പപ്പടം മാതിരി ഇങ്ങനെ പരത്തിയിട്ട് ഭിത്തിയിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കും. എന്നിട്ട് അത് അടർത്തി എടുത്തിട്ട് അവർ തീയിരിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കും. അപ്പം ഈ വെയിലത്ത് ഉണക്കിയാലും നമുക്ക് അത് തീയിരിക്കാനേ കൊള്ളാം. അതിൻ്റെ ഗുണമെല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ വേണം നമ്മൾ ചാണകം പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ സൂക്ഷ്മാണുക്കളൊന്നും ചത്തുപോകാതെ നമുക്ക് ഈ ചാണകം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം 3 രീതിയിൽ നമുക്ക് ഈ ചാണകം പൊടിക്കുന്ന രീതി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ പറയാനുള്ളത്, ഓണം കൃഷി ചാലഞ്ചിൽ പങ്കെടുക്കാനുള്ള എല്ലാവരും പങ്കെടുക്കുക. വീഡിയോസൊക്കെ എല്ലാവരും അയക്കാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോസൊക്കെ അയക്കുന്ന ഒരാളുടെ വീഡിയോ കാണുമ്പോൾ ഒരാളെങ്കിലും അത് കണ്ടിട്ട് കൃഷി ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നാൽ അത് നല്ലൊരു കാര്യമല്ലേ. അപ്പം
നമ്മൾ സമ്മാനം മാത്രമല്ല നമ്മളതൊന്ന് ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കൃഷി രീതികൾ കണ്ടാൽ സ്ഥലമില്ല, അല്ലെങ്കിൽ സമയമില്ല, എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്കാണെങ്കിൽ പോലും ഒരാളുടെ കൃഷി കാണുമ്പോൾ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകും. അതാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പം നിങ്ങൾ നട്ടതും വിളവെടുത്തതുമായ കൃഷി രീതികളൊക്കെ ഉണ്ടല്ലോ, അത് നിങ്ങളൊരു വീഡിയോ ആക്കി നമുക്ക് അയച്ചു തന്നാൽ നിങ്ങൾക്കും സന്തോഷമാണ്, ഞങ്ങൾക്കും സന്തോഷമാണ്, കാണുന്നവർക്കും വളരെയധികം സന്തോഷം തന്നെയാണ്. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് വിത്തുകളോ ഗ്രോ ബാഗുകളോ ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ theminislifestyle.com വന്നാലും നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോ ബാഗുകളും അതുപോലെ തന്നെ ചെടികളും ഒക്കെ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കണ്ട കേട്ടോ. അതുപോലെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം. നമ്മുടെ വീഡിയോ കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രൂണോ ഉറങ്ങിപ്പോയി കേട്ടോ. ക്ലാസ്സിൽ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയി, പാവം കൊച്ച്. ബ്രൂണോ, ക്ലാസ് കഴിഞ്ഞിനി എഴുന്നേറ്റ് പോ. ബ്രൂണോ, പഠിത്തം കഴിഞ്ഞിടാ. നല്ല ഉറക്കമായിപ്പോയി. പോയി കഞ്ഞി കുടിക്കുക. പോ ചെല്ലേ, കഞ്ഞി കുടിക്കാൻ സമയമായിപ്പോ. ചെല്ലെ ചോളം വേവിച്ച് വെച്ചേക്കുന്നു. ചെല്ലെ, അംഗൻവാടി കൊച്ചു കിടന്ന് ഉറങ്ങിപ്പോ. അംഗൻവാടി കുഞ്ഞേ, ഇത് അമ്മ വിളിക്കുന്ന വന്ന്. വേണ്ട, അംഗൻവാടി കൊച്ചിനെ വിളിച്ചോണ്ട് അമ്മ വന്നിരിക്കുന്ന. ഭയങ്കര ഗമയാട്ടോ നമ്മളിന്ന് പുന്നരിക്കാൻ വേണ്ടിയിട്ട്. ഉറക്കം തീർന്നില്ല, രാവിലെ കുളിയൊക്കെ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വിളിക്കുന്നു, ബ്രൂണോയെ വിളിക്കുന്ന എല്ലാവരും. മതി ഉറങ്ങിയത്. എല്ലാവരും ചോദിക്കാറുണ്ട് ബ്രൂണോയ്ക്ക് എന്തിനാ ഈ ചെയിൻ ഇടുന്നതെന്ന്. അവന് ഈ ചെയിൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ അങ്ങ് പൊക്കളെ. അവനില്ലാതെ ഞങ്ങൾക്കൊരു എന്തുവാ ഒരു ജീവിതമില്ല അല്ലേടാ അവനെ. ബ്രൂണോയാണ് ഞങ്ങളുടെ എല്ലാം ഇവിടുത്തെ. ബ്രൂണോ എന്നേക്കോനെ, അതുകൊണ്ട് അങ്ങോട്ട് നോക്ക്, അതുകൊണ്ട് അങ്ങോട്ട് നോക്ക്, അതുകൊണ്ട് ക്യാമറയിലോട്ട് നോക്ക്, ഇങ്ങനെ ഇങ്ങോട്ട് നോക്കടാ. ചാമരം വീശുന്ന എന്തുവാ? അങ്ങോട്ട് നോക്ക്. കണ്ട അച്ചാച്ച നോക്കണം. ഇത് നോക്കടി പോസ്റ്റ്. അതുകൊണ്ട് അങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് ഇതാണ്ട് എവിടെ ഇതാണ്ട് ഇങ്ങോട്ട് നോക്കടാ. നിന്നെ എല്ലാവരും എത്ര ദിവസം കൊണ്ട് തിരക്കുന്ന ബ്രൂണോ. നമസ്കാരം പറ. ചെടിയൊക്കെ പോക്കോ നീ. അങ്ങോട്ട് നോക്ക്. ഇതങ്ങോട്ട് പറ എല്ലാവരും എടുത്താ ഒരു ഗമ്മുണ്ട്.